നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ വരുന്നത് ACP. അയ്യോ, എന്റെ പെടലി ഓടിയുണ്ടെങ്കിൽ ഓടിക്കോ, രക്ഷപ്പെട്ടോ. എന്റെ ശിവനെ, മഹാദേവൻ, മിസ്റ്റർ മഹാദേവൻ, നിങ്ങളെ തന്നെ വിളിച്ചത്. സാറായിരുന്നു വിളിച്ചേ? അതെ. ചെവിക്ക് വല്ല തകരാറുണ്ടോ? ഏതെങ്കിലും ക്രിമിനലുകൾ ചെവിക്കുറ്റി നോക്കി പെരുമാറിയോ? അത് അല്ല, സാറെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കണേ? ചോദിക്കാനുള്ള കാര്യം വേറെ. വാ. മഹാദേവൻ എന്താ ഇവിടെ? ഞാനൊന്ന് തൊഴാൻ ഇറങ്ങിയതാണ് സാർ. സാറെന്താ ഇവിടെ? ഞാൻ കുറച്ച് പച്ചക്കറി വാങ്ങാൻ വന്നതാ. കളിച്ച് കളിച്ച് നീ എന്റെ കോത്തിലും വീട്ടിലും കയറി കളിക്കാൻ തുടങ്ങി. അത് ശരിയല്ലല്ലോ സാർ. പരിശുദ്ധവും പവിത്രവുമാണ് എല്ലാ മതവിഭാഗങ്ങളുടെയും ആരാധനാലയങ്ങൾ. ആ മുറ്റത്ത് വെച്ച് കയ്യേറ്റം പാടില്ല. അതാ ഞാൻ നിന്നെ ഇങ്ങോട്ട് മാറ്റി നിർത്തിയത്. ഇത് പഴയ കണക്ക്. ഇത് പുതിയ കണക്ക്. പോയിക്കോണേ ഇവിടുന്ന്. ഇനി മേലാൽ എന്റെ അതിരിന്മേൽ കളിക്കരുത്. ഒരു പണിയും വിജയിച്ചുമില്ല. അവസാനം ആ തൊലിയർമണീൻ്റെത് വാങ്ങിച്ച് കെട്ടേണ്ടി വന്നു. എന്ത് ചെയ്യാനാ ദൈവമേ? ആ ഇന്ദ്രജ മേഡത്തിനോട് അടി കിട്ടിയ കാര്യം പറയാൻ പറ്റുമോ? എന്താടി പറഞ്ഞത്? ഞാൻ പറഞ്ഞത് വല്യമ്മ കേട്ടില്ലേ? എന്റെ അമ്മയെ ദ്രോഹിക്കാൻ നോക്കിയ വേദനിക്കുന്നത് എനിക്കായിരിക്കും. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം വല്യമ്മയ്ക്ക് എന്റെ അമ്മയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മീനാക്ഷി, പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇതൊരു മുന്നറിയിപ്പാ. അമ്മയുടെയും എന്റെയും വഴികളിലേക്ക് വല്യമ്മ വന്നു പോവരുത്. ഈ ജന്മം ഞാൻ എന്നെ എന്റെ അമ്മയ്ക്ക് നൽകി കഴിഞ്ഞു. നിന്റെ ഒരു അമ്മ. എനിക്കറിയാം, പ്രസവിച്ച അമ്മയോട് സ്നേഹമില്ലാത്ത നിനക്ക് എങ്ങനെ വല്യമ്മയായ എന്നോട് സ്നേഹം ഉണ്ടാവും? ചിലരുടെ തനിനിറം പുറത്തു വരുമ്പോ താനീ സ്നേഹം ഇല്ലാതാവും. എടി, നിന്റെ അമ്മയെ കൊന്നവരെ നീ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. അങ്ങനെ ഒരു ദിവസം വരില്ല വല്യമ്മ. വരും. നീ എന്റെ ചോരയാ. അതുകൊണ്ട് നീ എന്നെ എത്ര വെറുത്താലും നിന്നെ ഞാൻ സ്നേഹിക്കും. അതുവരെ നീ നിന്നെ ശ്രദ്ധിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.